ആഹാ, ഇത് ഇവളുടെ കല്യാണത്തിനാ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇത് ഇവക്ക് ചേരില്ല എന്ന്. ഇതായത് വെച്ചു. എനിക്കിത് വേണ്ട. പിള്ളച്ചേട്ടനോട് പറഞ്ഞു വെച്ചിരുന്ന കുറച്ച് കാശാ. ഏതായാലും കട തുടങ്ങാൻ ഇത് മതിയാവില്ല. ഇത് മീരാൻ വെച്ചോളൂ. ആവശ്യം വരുമ്പോ ഞാൻ ചോദിച്ചോളാം. അച്ഛൻ പപ്പേട്ട, ആ പീറ്ററിന്റെ കല്യാണം അല്ലേ? ഇന്നിവിടെ വന്നിരുന്നു. അമ്മയോട് പറഞ്ഞു. മേഘമോൾക്ക് എന്തോ കൊണ്ടുവന്ന് കൊടുത്തായിരുന്നു. ചേട്ടൻ കണ്ടില്ലല്ലോ, ഞാൻ കാണിച്ചു തരാം. അതൊക്കെ പിന്നെ കാണാം. നീ അവിടെ എന്തെടുക്ക വാ. ഞാൻ വരുന്നു. ഇതുകൂടി ഒന്ന് മടക്കി വെക്കട്ടെ. പെട്ടെന്ന്. പിന്നെ ആ പെണ്ണ് മലയാളിയാണോ? അതേതോ ഗോകാരി അമ്മച്ചിയാ. നീ വന്നേ. ഞാൻ എന്താ വരുന്നു പപ്പേട്ട. മീരയ്ക്കൊരു ഫോണുണ്ട്. ആരാണെങ്കിൽ നാളെ വിളിക്കാൻ പറ. മീരയുടെ വീട്ടിൽ നിന്നാ. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഹലോ, ആരായിരുന്നു? അറിയില്ല പപ്പേട്ട, കോൾ കട്ടായി പോയി. എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. നമ്മൾ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് നിനക്ക് മീരയോട് തോന്നിയ ഇഷ്ടം തുറന്നു പറയാൻ നിനക്കൊന്ന് ധൈര്യം ഉണ്ടായില്ല. നിന്റെ ചേട്ടന് കല്യാണം ആലോചിക്കുന്ന സമയത്തോ, കല്യാണം കഴിഞ്ഞ് മീര നിന്റെ വീട്ടിൽ വന്ന സമയത്തോ, എന്തിന് ഈ അടുത്ത കാലത്ത് വരെ പോലും നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നേ എനിക്ക് തോന്നുന്നില്ല. നിനക്ക് മേഘമോളോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലാകും. നിന്റെ ചേട്ടൻ നിന്റെ കൺമുന്നിലിട്ട് അവരെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നിനക്ക് തോന്നുന്ന സഹതാപം മാത്രമാണിത്. അപ്പോ സഹതാപവും സ്നേഹവും രണ്ടാണ്. നിനക്കത് രണ്ടും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോ മേനോൻ സാർ, ഞാൻ പോരാ. പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയോ? സാർ, ഞാനൊന്ന് പറഞ്ഞിരുന്നില്ലേ ഒരു മൊബൈൽ ഷോപ്പിന്റെ കാര്യം. അതിന്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ബിസിനസ് ഡീറ്റെയിൽസ് എനിക്കറിയില്ല, എങ്കിലും പറയാണ്, റിസ്ക് ഉള്ള ബിസിനസ് അധികം കൊണ്ട് കിടക്കരുത്.
ഇത്രയും കാലത്തെ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപാട് പേരുടെ കൂടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ചിലരെ മറക്കാൻ കഴിയില്ല. അതിലൊരാളാണ് മാധവൻ സാർ. മാധവൻ സാർ ഉണ്ടായിരുന്നെങ്കിൽ അപ്പുവോ പപ്പനോ ഇപ്പോൾ ഇവരുടെ കൂടെ ട്രെയിനിങ്ങിനുണ്ടാകുമായിരുന്നു. ഞാനൊരു പോലീസുകാരനായിട്ട് പറയുന്നതല്ല അപ്പു. മാധവൻ സാറിൻ്റെ സ്ഥാനത്ത് നിന്ന് പറയാനും ഞാനായിട്ടില്ല. എങ്കിലും പറയാതെ വയ്യ. പ്രായത്തിൻ്റെ ആവേശം നല്ലതാണ്. പക്ഷേ ആ ആവേശം അപകടങ്ങളിലേക്ക് എത്തും വരെ മാത്രമേ കാണാറുള്ളൂ. കൂട്ടുകാരൻ കാത്തുകയല്ലേ, നടക്ക്. അപ്പുവിൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ. अबे उसको बोल रहे लेना है तो ले। अंधेरे जैसे एरिया में उसको इस भाव में कौन सा फ्लाइट मिलेगा रे? जल्दी बुकिंग कर रहा है इसलिए इतने कम दाम किया है। जिम चाहिए, स्विमिंग पूल चाहिए, इतना सब एम्यूनिटीज वाले बिल्डिंग में अगर फ्लैट चाहिए तो जेब में कुछ नोट भी मांगता ना। उसको बोल 12 से कम नहीं होगा। 1 मिनट എടാ ഇവിടെ വന്നിറതിക്ക്. ഹോൾഡ് കർ. അപ്പു ഇവിടെ മഹേഷ് മണ്ഡലിനെ എനിക്കൊന്ന് കാണണം. വെയിറ്റ് ചെയ്യണോ ഭായ്? ഞാൻ അവൻ്റെ കൂടെ പൊക്കോളാം, നീ വിട്ടോ. ശരി. हाँ अरे नहीं होगा यार. अरे वो समझदार आदमी है, समझाने से समझ जाएगा. मुंबई में बहुत रेट चालू है. क्या ए झंडू बाम, जितना बोला उतना कर. हाँ क्या ही. हाँ भाई हाँ बाबा. हाँ लाला भाई मेरा गेम करने आए थे वो. राजन, किसके लड़की हो सकती है वो? समझ में नहीं आता. तेरा सुपारी देगा कौन? मालूम पड़ेगा ना तो मैं खत्म कर डालूंगा साले को. साहब नाश्ता. हाँ हाँ, चलो अंदर चलो, नाश्ता करते हुए बात करते हैं. आओ बैठो बैठो. अप्पू, तुम कहना चाहते हो कि तुम्हारे एरिया में आके, गौतम नगर में आके किसी ने तुम पे हमला किया? पता नहीं इतना डेयरिंग किसमें है. आज तक तो ऐसा कभी नहीं हुआ. हाँ सही बोल रहा है तू. मैं भी यही सोच रहा था कि अपने ही इलाके में घुस के ऐसा कौन क्यों करेगा. छे. अरे नाटक बंद कर साले. अप्पू बोल बोल. अप्पू वेंडा. राजन सच बोल. राजन अप्पू वेंडा. सच बोल. नहीं बोल. एड़ा नहीं. राजन तू जानता है मैं. പത്ത് 30 കൊല്ലം മുമ്പ് ദാദറിൽ വന്നിറങ്ങിയപ്പോൾ അവനെ എനിക്ക് തല ചായ്ക്കാൻ ഒരു സ്ഥലം തന്നത്. ആ തല തന്നെയാണ് അയാൾ ഇന്നലെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. 13 വർഷം മുമ്പ് ഞാൻ വെട്ടുകൊണ്ട് ചാവേണ്ടതായിരുന്നു. അന്നും ഹസന എന്നെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഇന്നത് ചെയ്തില്ലായിരുന്നെങ്കിൽ ലാലയുടെ മുന്നിൽ
ഭായിയുടെ അവസ്ഥ? ഇത് നീ കൈവച്ചു. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ആരാ എപ്പോഴാ കൂടെ നിന്ന്